പ്രിയപ്പെട്ട ആത്മീയ സഖാക്കളെ, ഇന്ന് നമ്മൾ സാധാരണ ദിനങ്ങളിൽപ്പെട്ട 22-ാം ആഴ്ചയുടെ ശനിയാഴ്ചയിലെത്തിയിരിക്കുന്നു. ഈ പുണ്യദിനത്തിൽ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് കേട്ടു മനസ്സിലാക്കാനുള്ള ഒരു അപൂർവ അവസരമാണ്. ജീവിതത്തിലെ വെല്ലുവിളികളിലും സന്തോഷങ്ങളിലുമെല്ലാം ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയും നമ്മെ ബന്ധിപ്പിച്ചുവെന്നും അവൻ എപ്പോഴും നമ്മോടൊപ്പം നിലകൊണ്ടിരിക്കുന്നുവെന്നും ഇന്നത്തെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാം വായനയിലും സുവിശേഷത്തിലും പ്രതിഫലിക്കുന്ന സന്ദേശം അതിവിശേഷം. ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക, അവന്റെ നിയമങ്ങളെ ഹൃദയത്തോടെ സ്വീകരിക്കുക. ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് ശുദ്ധരായി നിലനിർത്തുന്നതെന്നും മനുഷ്യരുടെ ആവശ്യങ്ങളും സഹാനുഭൂതിയും നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദൈവസ്നേഹത്തിൽ ഉറച്ച് അവന്റെ മാർഗസൂചനകളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാകുമെന്ന് ധ്യാനിച്ചാൽ അതു നമുക്ക് പുതിയ ദിശയും സമാധാനവും നൽകും. ഇന്ന് നാം കേൾക്കേണ്ട ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനങ്ങൾ നമ്മോട് പറയുന്നു: സഹോദരങ്ങളെ, ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളും ദുഷ്പ്രവൃത്തികളും കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് തന്റെ ഭൗതിക ശരീരത്തിലൂടെ ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്താൽ ഇപ്പോൾ അനുഗ്രഹീതരായിരിക്കുന്നു. അവൻ നിങ്ങളെ ശുദ്ധരും കുറ്റമറ്റവരുമാക്കി തന്റെ സന്നിധിയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഉറച്ചുനിന്ന് അടിയുറച്ചും ചഞ്ചലിക്കാത്തവരുമായിരിക്കുക. ആ സുവിശേഷം ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടികളിൽ പ്രസംഗിച്ചിരിക്കുന്നു. അതിന്റെ ശുശ്രൂഷകൻ ഞാൻ, പൗലോസ്. പൗലോസിന്റെ വചനങ്ങൾ നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതുപോലെയാണ്. മനസ്സിൽ പാപത്തിന്റെ കറുത്തപ്പാളികൾ നിറഞ്ഞുകഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചുവരാനുള്ള ക്ഷണമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ഒരു മകനുള്ളതുപോലെ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് താൽക്കാലികമായി വേർപെട്ടു പോകുന്നതുപോലെ. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വീണ്ടും സമാധാനത്തോടെയും വിശുദ്ധിയോടെയും അവന്റെ അടുത്ത് കൊണ്ടുവരുന്നു. നമ്മുടെ പഴയ പാതകളെ മറന്നു പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഈ വചനങ്ങൾ നമ്മെ ഉറപ്പും പ്രത്യാശയും നൽകി ദൈവസ്നേഹത്തിലേക്ക് വീണ്ടും തുടക്കം കുറിക്കാൻ പ്രേരിപ്പിക്കുന്നു. പൗലോസ് അപ്പസ്തോലനുടൻ നമ്മെ ആശ്വാസവചനം കൊണ്ട് ഭരിക്കുന്നു. നിന്റെ പാപങ്ങൾ മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിനക്കു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ അവൻ വീണ്ടും അടുപ്പം സമ്മാനിച്ചു. ഇവിടെ അനുരഞ്ജിപ്പിക്കുക എന്ന വാക്കിന് ആഴമുള്ള അർത്ഥമുണ്ട്. ശത്രുതയിൽ നിന്നുള്ള രണ്ടു ഹൃദയങ്ങളെ സ്നേഹത്തിലൂടെ ഒന്നിപ്പിക്കുക എന്നത് തന്നെ. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപത്തിന്റെ ഭിത്തിയിലൂടെ വിട്ടുപോയിരുന്നതിനെ യേശുവിന്റെ മരണം നശിപ്പിച്ച് വീണ്ടും അവന്റെ സാന്നിധ്യത്തിൽ നിർത്തുന്നു. എന്നാൽ ഇതു എന്തിനുവേണ്ടി? അങ്ങനെ നിങ്ങളെ വിശുദ്ധരും കളങ്കരഹിതരും കുറ്റമറ്റവരുമായി തന്റെ സന്നിധിയിൽ നിലനിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കഴിവിന്റെയോ നീതിനിഷേധത്തിന്റെയോ ഫലമല്ല, മറിച്ച് അവന്റെ നിസ്വാർത്ഥ സ്നേഹവും കരുണയും കൊണ്ട് നാം ഈ യോഗ്യത നേടുന്നു. എന്നാൽ ഈ അനുഗ്രഹം നിലനിർത്താൻ നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ ഉറച്ച് അടിയുറച്ചും ചഞ്ചലിക്കാതെയും നിലനിൽക്കുക. ലോകത്തിന്റെ പ്രലോഭനങ്ങളോ ജീവിതത്തിലെ വെല്ലുവിളികളോ നമ്മെ ആ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ പാടില്ല. ഒരു മുത്തശ്ശി വൃക്ഷം ശക്തമായ കാറ്റിലും വേരുകൾ ഉറച്ച നിലയിൽ നിൽക്കുന്നതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ പാറയിൽ ഉറച്ചു നിൽക്കുകയും ദൈവസ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ആഴത്തിൽ മുറുകിയ വിശ്വാസത്തിൽ നിലനിൽക്കുകയും വേണം. ഈ വചനം നമ്മോട് വലിയ പ്രത്യാശയുടെ സന്ദേശം പങ്കുവെക്കുന്നു. എത്രയോ പാപികളായിരുന്നാലും ദൈവത്തിന്റെ സ്നേഹം നമ്മെ മറക്കാറില്ല. അവന്റെ സ്നേഹത്തിൽ വിശ്വാസം നിർത്തുകയും
സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഉറച്ചു നിലകൊള്ളുകയും ചെയ്താൽ അവൻ നമ്മെ ശുദ്ധരാക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമുള്ള ശാന്തിയും വിശ്വാസവും നിറക്കുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ 6-ാം അധ്യായത്തിലെ 1 മുതൽ 5 വാക്യങ്ങളിൽ നിന്നും എടുത്തതാണ്. വചനങ്ങൾ പറയുന്നു: ഒരു സാബത്തു ദിവസം ഈശോ വയലിലൂടെ കടന്നുപോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ തിരുമ്മി ഭക്ഷണം കഴിച്ചു. ചില ഫരീസേയർ ചോദിച്ചു, സാബത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? യേശോ മറുപടി പറഞ്ഞു, ദാവീദും അവനോടൊപ്പമുള്ളവരും വിശപ്പിന്റെ വേളയിൽ ചെയ്തതിനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അവൻ ദൈവാലയത്തിലെ സ്വതന്ത്രമായ ഭക്ഷണമെടുത്തും അവിടെ ഉണ്ടായവർക്കും നൽകി. മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. ആ കാലഘട്ടത്തിൽ സാബത്ത് നിയമങ്ങൾ അതീവ കർശനമായിരുന്നെങ്കിലും ഈശോയുടെ സന്ദേശം അതിനെ കടന്നുപോയി. മനുഷ്യന്റെ ആവശ്യവും ദൈവസ്നേഹവും നിയമങ്ങളെക്കാൾ ഉയർന്നതാണ്. ഫരീസേയരുടെ കർശന ചിന്തകൾക്കുള്ള വെല്ലുവിളിയായി യേശോ നമ്മെ പഠിപ്പിക്കുന്നു: സ്നേഹവും കരുണയും നിയമത്തേക്കാൾ മുൻഗണനപ്പെടേണ്ടതാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ മാനവികതയെയും ഹൃദയത്തിന്റെ ജ്ഞാനത്തെയും മുൻനിർത്തണം. ഫരീസേയർ നിയമത്തിന്റെ അക്ഷരാർത്ഥത്തിൽ മാത്രം അറിവും പ്രാധാന്യവും നിക്ഷിപ്തമാക്കി മനുഷ്യന്റെ ആവശ്യങ്ങളെയോ മാനവികതയെയോ അവഗണിച്ചിരിക്കുന്നു. നിയമം മനുഷ്യന് വേണ്ടിയുണ്ടോ, മനുഷ്യൻ നിയമത്തിനായിയാണോ എന്ന ആത്മവിചാരത്തിന് അവർ കണ്ണു തുറക്കാതെ പോയി. എന്നാൽ ഈശോ നമ്മോട് പറയുന്നു, നിയമം ആദ്യം മനുഷ്യന്റെ നന്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്കുമാണ്. അതിനാൽ അനുഭവവും സഹാനുഭൂതിയും അതിലുൾപ്പെടണം. അവന്റെ ഉദാഹരണമായി ദാവീദിന്റെ കഥ പറഞ്ഞപ്പോൾ വിശപ്പിൽ കൊഴുപ്പുള്ള ഭക്ഷണം ദാവീദും കൂട്ടരും എടുത്തു. നിയമം ലംഘിക്കപ്പെട്ടെങ്കിലും അവന്റെ ആവശ്യവും ജീവിതാവസ്ഥയും മുൻഗണനയിലായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ജീവനും അവന്റെ ആവശ്യങ്ങളും നിയമത്തേക്കാൾ വലിയവയാണ്. ഇന്നത്തെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഫരീസേയർ പോലെ ചിട്ടകളും നിയമങ്ങളും എളുപ്പത്തിൽ മുൻനിർത്തി മനസ്സിലെ മനുഷ്യാവശ്യങ്ങൾ മറക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ രാത്രി 9 മണിക്ക് ശേഷം TV കാണരുത് എന്ന് നിയമമുണ്ടാക്കിയിട്ടുണ്ടോ? എന്നാൽ മകൻ വിഷമിച്ചപ്പോൾ അവന്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കി ആ നിയമം മാറ്റിയിട്ട് അടുത്ത് ഇരിച്ച് ആശ്വസിപ്പിക്കാറുണ്ടോ? ഇതിൽ തന്നെ ഈശോയുടെ സന്ദേശം നമ്മോട് പറയുന്നത് നിയമം മനുഷ്യനെ സ്നേഹിക്കാൻ, രക്ഷിക്കാൻ, സഹായിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. മനുഷ്യനോ അവന്റെ ആവശ്യമോ അതിനേക്കാൾ വലിയതാണ്. നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഉദാഹരണം ജോലിസ്ഥലത്താണ്. നിങ്ങൾ ഒരു ടീം ലീഡറാണ് എന്ന് കരുതുക. നിങ്ങളുടെ ടീമിലെ ഒരാൾക്ക് അടിയന്തര കുടുംബകാര്യങ്ങൾ വരുന്നു. നിയമപ്രകാരം അവന് അവധി ലഭിക്കാതെ പോകാമെങ്കിലും ആ സമയത്ത് നമ്മൾ നിയമത്തിന്റെ അക്ഷരം മാത്രം പാലിച്ച് അവധി നിഷേധിച്ചാൽ മനുഷ്യന്റെ ആവശ്യങ്ങളെ നമുക്ക് അവഗണിക്കുന്നതായിരിക്കും. ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിയമങ്ങളെ സ്നേഹത്തോടും കരുണയോടും സമീപിക്കണം. നിയമങ്ങൾ ഒരു ചട്ടക്കൂട് പോലെയുള്ളതാണെങ്കിലും ആ ചട്ടക്കൂടിന്റെ ഉള്ളിലുണ്ടാകേണ്ടത് സ്നേഹവും സഹാനുഭൂതിയുമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. നിയമങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കാനല്ല, അവന്റെ നന്മയ്ക്കാണ്. അവയെ ദുർവ്യാഖ്യാനം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ഇതിനെ ഉദാഹരണമായി ഒരു ഗ്രാമത്തിലെ രാജാവും കാണാം. കഠിന നിയമങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധിച്ചിരുന്ന ഒരു രാജാവ് ഒരു രാത്രി അമ്മ തന്റെ രോഗിയായ കുഞ്ഞിനായി മരുന്ന് വാങ്ങാൻ പുറത്തുപോയപ്പോഴുണ്ടായ സംഭവമറിഞ്ഞപ്പോൾ അവളെ ശിക്ഷിച്ചില്ല. കാരണം നിയമങ്ങളേക്കാൾ മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ഈശോയുടെ സന്ദേശം ഇതേയാണ്: നിയമങ്ങൾ മനുഷ്യനെയും അവന്റെ ആവശ്യങ്ങളെയും സംരക്ഷിക്കാനുള്ളവയാണ്, നിയന്ത്രിക്കാനോ പീഡിപ്പിക്കാനോ വേണ്ടിയല്ല. നാം സാബത്ത് നിയമങ്ങളെ ഒരു ശിഷ്യന്റെ മനസ്സുമായി നോക്കുമ്പോൾ അവയെ വിശ്രമവും ദൈവത്തെ ആരാധിക്കാനുള്ള അവസരമായി കാണുന്നു. എന്നാൽ ഫരിസേയരുടെ പോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ
അല്ലെങ്കിൽ ശാസിക്കാനായി ഉപയോഗിക്കരുത്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും കരുണയും നിയമങ്ങളേക്കാൾ വലിയവയാണ് എന്നതാണ്. ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷവും ചേർന്ന് നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്നും അതിൻ്റെ ആഴത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒന്നാം വായനയിൽ പാപത്തിൽ അകന്നുപോയ നമ്മളെ ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ ദൈവം വീണ്ടും സമീപിപ്പിച്ച് വിശുദ്ധരാക്കുന്നു. അതിലുറച്ചു നിൽക്കാൻ നമുക്ക് വിളിച്ചു ചൊല്ലുന്നു. സുവിശേഷത്തിൽ ഈശോ നിയമങ്ങളെ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ കാണാനും മനുഷ്യന്റെ ആവശ്യങ്ങളെയും സഹാനുഭൂതിയെയും നിയമങ്ങൾക്ക് മീതെയുള്ളവയായി പരിഗണിക്കാനും നമ്മെ ആഹ്വാനിക്കുന്നു. ഈ രണ്ട് വചനങ്ങളും പരസ്പരം പൂരകമാണ്. ദൈവസ്നേഹത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ആ സ്നേഹം നമ്മളെ മറ്റുള്ളവരോടും കരുണയുള്ളവരാക്കി മാറ്റുന്നു. നിയമങ്ങളെ വെറും അക്ഷരങ്ങളായി കാണാതെ മനുഷ്യന്റെ നന്മയ്ക്കുള്ള ഉപാധികളായി കാണാൻ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? ഒരു നിമിഷം ചിന്തിക്കാം. ഈ ആഴ്ചയിൽ കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും നിയമങ്ങളുടെ പേരിൽ ആരുടെയെങ്കിലും ആവശ്യങ്ങളെ അവഗണിച്ചിട്ടുണ്ടോ? തിരക്കിലിരിക്കുവിന്റെ വിഷമം കേൾക്കാൻ സമയം കണ്ടെത്തിയില്ലേ? അല്ലെങ്കിൽ കുട്ടികളുടെ ചെറിയ തെറ്റുകൾക്ക് കഠിനമായി ശാസിച്ചു അവരുടെ മനോഭാവം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയിട്ടുണ്ടോ? ഈശോയുടെ വചനങ്ങൾ നമ്മോട് പറയുന്നു, നിയമങ്ങളെ സ്നേഹവും കരുണയുമായി സംയോജിപ്പിക്കുക. മനുഷ്യരുടെ ജീവിതത്തിനും ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുക. അതിലൂടെയാണ് ശരിയായ ജീവിതപാത കണ്ടെത്താൻ കഴിയും. ഇന്ന് ഈ വചനം ശ്രവിച്ചതിനു ശേഷം നമുക്കൊരു അന്തരാത്മീയ പ്രതിജ്ഞ എടുക്കാം. ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുകയും ആ സ്നേഹം നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുകയും ചെയ്യുക. നിയമങ്ങളെ വെറും ചട്ടങ്ങളായല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ണിലൂടെ കാണാൻ നമ്മൾ ശ്രമിക്കണം. ഈ ആഴ്ച നമ്മുടെ ചുറ്റുപുറത്തെ ഒരു വ്യക്തിയുടെ ചെറിയ ആവശ്യമേൽ ശ്രദ്ധ ചെലുത്തുക. ഒരു സ്നേഹപൂർണ്ണ പുഞ്ചിരി നൽകുക, സഹായകരമായ ഒരു വാക്ക് പറയുക, അല്ലെങ്കിൽ അവന്റെ വിഷമത്തിൽ പങ്കാളിയാകുക. നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുപോലും സ്നേഹത്തിന്റെ മാർഗം കണ്ടെത്താൻ നാം പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും കരുണയും നിറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ശാപത്തിന്റെ കർത്താവായ ഈശോയെ അനുഗമിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവുമുള്ള ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്തിലകന്നുപോയ ഞങ്ങളെ ക്രിസ്തുവിന്റെ ബലിയിലൂടെ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു. ഈ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാനും സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിയമങ്ങളെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ണിലൂടെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രിയ ദൈവമേ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യമേയും വിഷമങ്ങളെയും മനസ്സിലാക്കി അവർക്കു താങ്ങും ആശ്വാസവും നൽകാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സ്നേഹവും സമാധാനവും നിറക്കട്ടെ. രോഗികളായവരെ സുഖപ്പെടുത്തി ദുരിതത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും കരുണയും നൽകാൻ ഞങ്ങളെ സഹായിക്കണം. തൊഴിലില്ലാത്തവർക്ക് സഹായമാകാനും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളുടെ സാന്നിധ്യം നമ്മിൽ അനുഭവവേദ്യമാക്കാനും കൃപ പ്രദാനം ചെയ്യൂ. ഞങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ ചെയ്ത എല്ലാ പാപങ്ങളെയും തെറ്റുകളെയും ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുടെ സന്നിധിയിൽ വിശുദ്ധരായി നിലനിൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുക. നമ്മുടെ ജീവിതം നിങ്ങളുടെ മഹത്വത്തിനായി സമർപ്പിക്കപ്പെടട്ടെ. ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അവതരിപ്പിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയേക്കട്ടെ.